വളരെയധികം ഹാപ്പിനെസ്സോട് കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെറും ഗിഫ്റ്റ് അല്ല, ഒരു പെൻ പാൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയച്ചു തന്നിട്ടുള്ള സബ്സ്ക്രൈബർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ ഹവാസ് വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ എപ്പോഴും കമൻറ്റ് ഇടുന്ന ഒരു കുട്ടി സബ്സ്ക്രൈബർ ആട്ടോ. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ക്രാഫ്റ്റിൻ്റെത്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അവിടെ കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മുടെ ദീജൂസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. ആൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്കിത് സെൻഡ് ചെയ്ത് തരുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കിട്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സൊക്കെ ആയിട്ടോ. ഇത് വീഡിയോ ചെയ്യാൻ ഒരുപാട് ലേറ്റായി പോയി എന്നറിയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കുള്ള റിപ്ലൈയും കൂടി ഇതിനെ കൂടെ ചെയ്യാമെന്നാണ് അതിന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് ചെയ്യുന്നതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലല്ലോ. ആളുടെ കയ്യിൽ ആ ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം അതിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സയാനക്കുട്ടിയുടെ ചാനൽ ആയിഷ ഹവാസ് വ്ലോഗ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ചെക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആളൊരു യൂട്യൂബിൽ ഒരു ക്രാഫ്റ്റ് ചാനൽ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സ് കിട്ടിയ പോലെ തന്നെ ഞാൻ അത് അപ്പം തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാനുള്ള ശ്രദ്ധ തന്നെ ഉണ്ടായിരുന്നില്ല, മൈൻഡേ ഉണ്ടായിരുന്നില്ല. എനിക്കത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ള കാണാനുള്ള ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ. ബോക്സ് തുറന്ന് ഞാൻ ആകെ അന്തം വിട്ടുപോയി. കാരണം അത്രയധികം സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിസ്റ്റ് പറഞ്ഞാലും തീരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, ഒരുപാട് സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെൻ പാലൊക്കെ ചെയ്യുമ്പോൾ അത്രയും അധികം സാധനങ്ങൾ അയക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടോ. അപ്പോഴാളുടെ ലെറ്റർ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പെൻ പാലിങ്ങും അതേപോലെ തന്നെ അല്ലാണ്ട് ആളെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ ആണെന്നുള്ളത് കേട്ടോ. എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടോ. ഇത് കിട്ടിയതിനെ കൊണ്ടൊന്നല്ല, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ചാനലിനോടുള്ള സ്നേഹമാണ് ഇതൊക്കെ ഇതിലൂടെ നിങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബോക്സൊക്കെ പൊളിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതൊക്കെ നോക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഞാൻ എടുത്തിട്ടും സാധനങ്ങൾ തീരുന്നുണ്ടായിരുന്നില്ല. അത്രയധികം സാധനങ്ങളായിരുന്നു കേട്ടോ. നല്ല വെയിറ്റുള്ളൊരു ബോക്സും ആയിരുന്നു. അപ്പോൾ സയാനക്കുട്ടിക്കുള്ള റിപ്ലൈ ലെറ്ററും അതേപോലെ റിപ്ലൈ പെൻപാലും ഒപ്പം എൻ്റെ കുറച്ച് സ്പെഷ്യൽ കിറ്റ്സും കൂടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വൺസ് സെൻഡ് ചെയ്തതിന് ശേഷം ആൾക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ ഞാൻ അതിൻ്റെ വീഡിയോ ഇടുള്ളൂ കേട്ടോ. കാരണം ആദ്യം അത് സയാന കണ്ടിട്ട് മതി നമുക്ക് വീഡിയോ ആയിട്ട് ഇടാന്നുള്ളത് കേട്ടോ. അങ്ങനെ കേട്ടോ, അതല്ലേ അതിൻ്റെ രസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എനിക്ക് പെൻപാൽ ഇങ്ങനെ ഇത്രയും വലിയ ഗിഫ്റ്റുകൾ അയക്കാനല്ല, പെൻപാലിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീജൂസ് ക്രാഫ്റ്റ് എന്നിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണുന്ന മെസ്സേജിന് ഞാൻ വേഗം റിപ്ലൈ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ പെൻപാലിൻ്റെ എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കുറച്ച് ദിവസം ഉണ്ടാവില്ല, നാട്ടിലേക്ക് പോകുന്നതിനെ കൊണ്ട് കുറച്ച് ദിവസം ഉണ്ടാകാത്തതിനെ കൊണ്ട് ഇപ്പോൾ പെൻപാൽ ഞാൻ എടുക്കുന്നില്ല. വൺസ് അത് തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെൻപാലിൻ്റെത് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം എന്താ പറയുക, ഈ ബോക്സിലെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ലോഗോ ആൾ കൈകൊണ്ട് വരച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ട് എന്ത് രസമായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എൻ്റെ ഡെസ്കിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഡെസ്കിൽ ഇനി എത്ര തന്നെ ഡെസ്ക് മേക്കേഴ്സ് വന്നു കഴിഞ്ഞാലും ഈ ഒരു ഫ്രെയിം അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഈ രണ്ടാമത്തെ ഒരു ഫ്രെയിമും കൂടെ എനിക്ക് ഇതിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊരു ഫ്രെയിമും കൂടെ ആൾ ചെയ്തിട്ടുണ്ട്. 2 ക്യൂട്ടായിട്ടുള്ള കുട്ടി ഫ്രെയിംസാണ് കേട്ടോ ആൾ തന്നിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ പെൻപാലിങ്ങിനെ പറ്റിയിട്ടുള്ള പെൻപാലിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, അത് ഇതെന്നിട്ട് ഒരുപാട് ഐറ്റംസ് ആയിരുന്നു കേട്ടോ ആൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എവറിത്തിങ്, ഐ ലൈക്ഡ് എവറിത്തിങ് കേട്ടോ. ആൻഡ് താങ്ക്സ് ടു സയാന, ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകൾ എനിക്ക് അയച്ചു തന്നതിന്. മാത്രമല്ല എൻ്റെ ഫസ്റ്റ് പെൻപാലും കൂടെ ആയിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് എനിക്കിത് വളരെയധികം സ്പെഷ്യലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ സയാനക്കുള്ള നമ്മുടെ ലെറ്റർ ആൻഡ് നമ്മുടെ ബാക്കിയുള്ള പ്രിപ്പറേഷൻ ഗിഫ്റ്റൊക്കെ ഞാൻ പെൻപാലൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ സൂൺ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കണ്ടോ, ഞാൻ എടുത്തിട്ടും തീരുന്നില്ല. ഞാനൊക്കെ തീർന്നെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഇതിനകത്തുനിന്ന് ഓരോന്നിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബൈ ദ വേ, പിന്നെ നിങ്ങളാരും സയാനക്കുട്ടിയുടെ അതായത് ആയിഷ ഹവാസ് വ്ലോഗ് എന്നിട്ടുള്ള യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നിട്ട് നമ്മുടെ സപ്പോർട്ട് അറിയിക്കുക. നമ്മുടെ ചാനലിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം എനിക്ക് അറിയാൻ പറ്റുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഡെസ്ക് നിറയെ സാധനങ്ങളാട്ടോ. ഇതൊക്കെ ആളെനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പെൻപാൽ വിശേഷങ്ങൾ. ആൻഡ് ഐ എം സോ ഹാപ്പി, ഐ ഫീൽ സോ ബ്ലെസ്ഡ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു ഇഷ്ടം കാരണം ഐ ഫീൽ സോ ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.